ഹേ ഹായ്. അപ്പം ഇന്ന് നമ്മളൊരു ചെറിയൊരു സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പം സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരത്തോടെ എടുക്കുന്നത്. അപ്പം ഞാൻ അൺബോക്സ് ചെയ്യാൻ കൂട്ടിയിട്ടുള്ളത് രണ്ടാൾക്കാരാണ് ഈ ബാക്കിൽ കാണുന്നത്. കളിക്കുന്നിടക്ക് പിടിച്ചുകൊണ്ടുവന്നതാണ്, അല്ലാണ്ട് ഇവർ നിൽക്കില്ല. സോ ഇതിനുള്ള ഗിഫ്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. സോ നമുക്ക് എന്താണ് വാങ്ങിയതെന്ന്, നമ്മൾ ഓൺലൈനിൽ എന്താണ് വാങ്ങിയത് നമുക്ക് ജസ്റ്റ് നമ്മൾ ചെറിയ ആളോട് ചോദിക്കാം, വലിയ ആളോടും ചോദിക്കാം. ഓക്കെ. സോ നമ്മളെന്താ വാങ്ങിയത്? മൈക്ക്. ഈ മൈക്ക് നമ്മൾ വാങ്ങിയത് ആമസോൺ. യെസ്. അപ്പോൾ ഈ മൈക്ക് നമ്മൾ വാങ്ങിയത് എന്ന് വെച്ചാൽ നമ്മളെ വ്ലോഗിലും കാര്യങ്ങൾക്കും വീഡിയോ എടുക്കാനും വോയിസ് ക്ലാരിറ്റി കൂടാനും വേണ്ടിയിട്ട് നമ്മൾ ഈ മൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഈ മൈക്ക് എന്ന് വെച്ചാൽ ഹോളിലാൻഡിൻ്റെ ലാർക്ക് 1, അതായത് ഹോളിലാൻഡിൻ്റെ ഏറ്റവും മിനി മൈക്കാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. സോ ഇതിൻ്റെ അൺബോക്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. സോ ഇത് അൺബോക്സ് ചെയ്യുന്നത് ഞാനല്ല, ഇതാ ആരുഷ്. യെസ്, ഇവർ രണ്ടാളുമാണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ അൺബോക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള വോയിസ് ഞാൻ ഐഫോണിൽ ഉള്ള വോയിസാണ്, ഐഫോണിൽ ഇങ്ങനെ കേൾക്കുന്ന വോയിസാണ്. ഇതിന് മൈക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ 200 മീറ്റർ വോയിസ് കിട്ടുമെന്നാണ് പറയുന്നത്. 200 മീറ്റർ അകലെ നിന്നിട്ട് വരെ വോയിസ് ഇതിൽ കിട്ടുമെന്നാണ് പറയുന്നത്. സോ നമുക്ക് അതും ടെസ്റ്റ് ചെയ്യാം. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? സോ നമുക്ക് നേരെ അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോകും. ഓക്കെ. സോ വൈസ് നമുക്ക് അങ്ങനെ ഞാനിവിടെ രണ്ടാളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. സോ നമുക്ക് ടൈമിങ് തെറ്റിച്ചു. ഞാൻ പറഞ്ഞു ഇവനോട്, ഞാൻ പിന്നെ മൈക്കിലേക്ക്, അതായത് ഇവർ അൺബോക്സ് ചെയ്യുമ്പോൾ മൈക്കിലേക്ക് കാണിക്കുമ്പോൾ നാക്കണം. ടൈമിങ് തെറ്റിച്ചിട്ട് ഒരുത്തൻ നാക്കിയിട്ടുണ്ട്. സോ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഓക്കെ. ഭാഗ്യം, ടൈം തെറ്റിച്ചില്ല. ഓക്കെ. നമ്മളിത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു താങ്ക് യു ലെറ്റർ പ്ലസ് ഒരു ലിസ്റ്റ് കാർഡാണ് പാക്കേജിങ്ങിന്റെ. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അതിന്റെ ഒരു മെയിൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഇതാണ് ആ ബോക്സ് ഗൈസ്, തുറന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ, നല്ല ബ്ലാക്ക്. ഇത് നമുക്ക് പിന്നെ നോക്കാം. ഇനി ബാക്കിയിലെ ഇതും കൂടെ നോക്കാം. ഇത് നമുക്ക് മാറ്റിയാല് ഒരു ബ്ലാക്ക് കളറിലെ ഒരു കവർ കിട്ടും. ബ്ലാക്ക് കളറിലെ ഒരു പൗച്ചാണ് അതില്. അപ്പൊ അതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോ ഇത് നമ്മളെ ഫസ്റ്റ് മറ്റേ USB കേബിൾ. ഇത് നമുക്ക് അതൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇത് തുറന്നു നോക്കാം. ഓക്കെ. USB കേബിളും പിന്നെ നമുക്ക് മറ്റേ അതിന്റെ അകത്തുള്ള ട്രാൻസ്മിറ്ററിന് ഇത് നമ്മൾ ഒട്ടിച്ചാൽ മറ്റേ ഇതിന്റെ എയർ എല്ലാം കുറക്കും. എയർ അകത്തേക്ക് കയറാൻ വേണ്ടിയില്ല. അതായത് എയർ കുറക്കുന്നത്, അതായത് നല്ലോണം എയറിൽ, അതായത് ബീച്ച് സൈഡ് അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പം ഇതും കൂടെ അതിനപ്പുറം ജസ്റ്റ് ഇതാക്കിയാൽ നമ്മളെ എയറും കാര്യങ്ങളും കുറഞ്ഞു കിട്ടും മൈക്കിന്റെ. ഓക്കെ. ഇതിനെ ഫെറി വിൻഷീൽഡ് എന്നാണ് കേട്ടോ പറയാ. ഇതിന്റെ 2 പീസ് ഉണ്ട്. ഫെറി വിൻഷീൽഡ് എന്നാ പറയാ. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ പറയാത്തെ. സോ അതിന്റെ 2 പീസാണ് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു USBയും പിന്നെ ഒരു പൗച്ചും. അത്രേ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. സോ അങ്ങനെ നമ്മൾ മൈക്ക് അൺബോക്സ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മളിനി ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. നമ്മൾ ആ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ടൈമിങ് തെറ്റിക്കാണ്ട് ഒരാള് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് രണ്ടാൾക്കും മൈക്ക് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യിക്കാം. ഓക്കെ. നമുക്ക് ആദ്യം മൈക്ക് ഓൺ ആക്കി വെക്കാം. സോ വൈസ് അങ്ങനെ നമുക്ക് മൈക്കിൽ 2 റിസീവറും 2 ട്രാൻസ്മിറ്ററും ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒന്ന് ലൈറ്റ്നിങ്ങും, അതായത് റിസീവർ ഒന്ന് ലൈറ്റ്നിങ്ങും ഒന്ന് USB ടൈപ്പുമാണ്. അപ്പോൾ നമുക്ക് ഈ ഐഫോണിൽ ലൈറ്റ്നിങ് ആവും, കാരണം ഇത് 40 സീരീസ് ആണ്. സോ നമുക്ക് മൈക്ക് നേരെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. രണ്ടാൾക്കും ഓരോരോ മൈക്ക് കൊടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇതാണ് നമ്മളെ ട്രാൻസ്മിറ്റർ. പിന്നെ
ഇത് നമ്മളെ ലൈറ്റ്നിങ് റിസീവർ, ഇത് USB C ടൈപ്പ് റിസീവർ, പിന്നെ ഇത് സെക്കൻഡ് ട്രാൻസ്മിറ്റർ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് ഫോണിൽ കണക്ട്, അതായത് ലൈറ്റ്നിങ് ഇതിലാവുള്ളൂ. വേറൊരു ആൻഡ്രോയിഡ് ഫോൺ കൂടി ഉണ്ട്, അതിൽ നമുക്ക് USB C ടൈപ്പ് റിസീവറും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം മൈക്ക് എങ്ങനെയുണ്ടെന്ന്, അതായത് നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയുണ്ട്, എത്ര മീറ്റർ ഇതിന് സൗണ്ട് ക്വാളിറ്റി കിട്ടും നല്ല രീതിക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. സോ നമ്മൾ ലൈറ്റ്നിങ് റിസീവർ ഒന്ന് കണക്ട് ചെയ്തിട്ട് മൈക്ക് കണക്ട് ചെയ്ത് നോക്കുകയാണ്. സോ ഇതാണ് മൈക്ക്. നമുക്ക് മൈക്ക് ഇവിടെ ഓൺ ആയിട്ടുണ്ട്, അതായത് ഒരു നീല കളറിൽ നമുക്ക് മൈക്ക് ഓൺ ആയിട്ട് കാണാം. സോ ഇതാണ് റിസീവർ. സോ ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഞാൻ ഈ ക്യാമറ, അതായത് ഈ വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കാണിക്കാമെന്നല്ലോ, ഇത് കണക്ട് ചെയ്തിട്ടില്ല കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോ ഹോളിനാൻ്റെ റിസീവർ ലൈറ്റ്നിങ്. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മുടെ മൈക്ക്, 2 ട്രാൻസ്മീറ്റർ എന്നാണ് ഇതിനെ പറയുക. സോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ റിസീവർ. ഇത് USB ടൈപ്പും ഇത് ലൈറ്റ്നിങ്ങും ആണ്. സോ നമുക്ക് ലൈറ്റ്നിങ് ആണ് വേണ്ടത്. ആൻഡ്രോയിഡുകാർക്കാണ് USB C ടൈപ്പിൻ്റെ ഇത് റിസീവർ വേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് വെച്ചാൽ ഈ മൈക്കിലെയാണ്. അപ്പോൾ നിങ്ങൾ ഈ മൈക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഈ മൈക്ക് എവിടെയും വീണു പോകില്ല. കാരണം ഇതിൻ്റെ മാഗ്നറ്റിക് പവർ എന്ന് പറഞ്ഞാൽ അത്രയാണ്. കണ്ടോ, ഇവിടുന്ന് ഇത് എടുക്കണമെങ്കിൽ വരെ അത്ര നമുക്ക് ഒരു ഇത് പവർ ഭയങ്കര സ്ട്രോങ് മാഗ്നറ്റ് ആണ്. ഭയങ്കര സ്ട്രോങ് മാഗ്നറ്റ് ആണ്. നിങ്ങൾ ഒന്നിക്കിൽ ടീഷർട്ടിലോ അല്ലെങ്കിൽ ഷർട്ടിലോ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് അവിടെ നിന്ന് എന്തായാലും ഇളകി പോകില്ല. നിങ്ങൾ തുള്ളിയാൽ വരെ ഇളകി പോകില്ല എന്നാണ് പറയുന്നത്. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? സോ നമ്മൾ 2 മൈക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന വോയിസ് മൈക്കിലുള്ളതാണ്. സോ ആരുഷ് പറയും ബാക്കി. ഞാൻ ഇപ്പം പറയല്ല, നമുക്ക് ഡയറക്റ്റ് ടെസ്റ്റിങ്ങിലേക്ക് പോവാം. നമ്മൾ മൈക്കിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളിൽ നോക്കി നല്ല വൃത്തിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കേട്ടാൽ തന്നെ തിരിയും. സോ നമുക്ക് ഇനി ദൂരം, അതായത് 200 മീറ്റർ വരെ ഇതിൻ്റെ റേഞ്ച് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. സോ നമുക്ക് ആവശ്യം കൊണ്ട് 200 മീറ്ററല്ല, ഒരു 10-50 മീറ്റർ അപ്പുറം നിർത്തിയിട്ട് നമുക്ക് നോക്കാം മൈക്കിൻ്റെ സൗണ്ട് എങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ചെറുതായിരിക്കും നമ്മുടെ, അപ്പം ചെറുതിന് നമുക്ക് മൈക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അടുത്ത്. ഓക്കെ ഓക്കെ, മൈക്ക് നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഒരു മൈക്ക് നമ്മൾ ചെറുതിന് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. വോയിസ് എങ്ങനെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതിനൊരു മൈക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ആരുഷ് കുറച്ച് ദൂരം പോയി നിൽക്കും, എന്നിട്ട് ഇവൻ വർത്തമാനം പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി അവിടുന്ന് കേൾക്കുന്നുണ്ടോ നോക്കാം ഇവരോട് പറയും നമ്മൾ. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിൽ നിന്ന് ആരാണ് വർത്തമാനം പറയാൻ പോകുന്നത്? അയാൻഷ് ഇവിടുന്ന് പറയും. സോ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ്. ഓക്കെ, സോ ആരുഷിനെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞുവിടാം. ഓക്കെ, സോ ഗൈസ് നമുക്ക് ഇവിടുന്ന് സൗണ്ട് അങ്ങോട്ട്, അതായത് നിങ്ങൾക്ക് കാണണമെങ്കിൽ, അതായത് സൗണ്ട് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടുന്ന് വിസിബിൾ അല്ല. കാരണം ആ വാഴ ഇങ്ങനെ മറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് സ്ഥലം മാറ്റുവാണ്. ഓക്കെ, സോ ഗൈസ് നമ്മൾ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് നോക്കണ്ട, നമ്മൾ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുഷിനെ അങ്ങോട്ട് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാനിവിടെ കുറച്ച് ദൂരം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെ ഒരു 10 മീറ്റർ ദൂരത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഇത്രയും ദൂരത്ത് നിന്നിട്ട് വരെ ആ മൈക്ക് കേൾക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്ക് ദൂരത്ത് ബാക്കിലേക്ക് പോയിട്ട് നോക്കാം കേൾക്കുന്നുണ്ടോ. 10 മീറ്ററിനേക്കാളും മുകളിൽ, അതായത് 3x ഇട്ടിട്ട് വരെ കിട്ടുന്നില്ല, ദൂരത്തിലാണ് അവൻ നിൽക്കുന്നത്. സോ അവനോട് നമുക്ക് സംസാരിക്കാൻ പറഞ്ഞു നോക്കാം കിട്ടുന്നുണ്ടോ എന്നല്ലോ. ഇപ്പോൾ ഗൈസ് ഞാനിവിടെ എൻ്റെ ചേട്ടൻ കുറച്ചും കൂടെ പിറകിലേക്ക് പോയിട്ടുണ്ട്. എനിക്കറിയില്ല ഇപ്പോൾ വോയിസ് ക്ലിയർ ആണോ എന്ന്, പക്ഷേ നല്ല ഡിസ്റ്റൻസിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല, നമുക്ക് അതും ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, മൈക്കിൻ്റെ റേഞ്ചും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. നല്ല അടിപൊളി റേഞ്ചിൽ നല്ല അടിപൊളി വോയിസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, സോ എൻ്റെ ആരുഷിൻ്റെ കയ്യിലെ മൈക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം സ്വാമീൻ്റെ കയ്യിലെ മൈക്ക് അവന് അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും ഇതും തമ്മിലുള്ള നോയ്സ് ക്യാൻസലേഷനും നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ 1 ടാപ്പ് ചെയ്താൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും, അതുപോലെ തന്നെ 1 ടാപ്പ് ചെയ്താൽ അത് ഓഫ് ആവും ചെയ്യും. സോ നമുക്ക് പാട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. സോ നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്
ഗേറ്റിൻ്റെ അടുത്ത് ജസ്റ്റ് റോഡിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നത്. സോ ഞാനിപ്പം ഏതെങ്കിലും വണ്ടികൾ വരുമ്പം നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കും, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതിൽ നിന്ന് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ചെക്കൻ അവിടുന്ന് കൊതുക് അടിക്കുന്നുണ്ട് നല്ലോണം. അപ്പോൾ നമുക്ക് വേഗം എടുത്ത് തീർക്കാം, അധികം പാവത്തിന് കൊതുകടി കൊള്ളിപ്പിക്കണ്ട അല്ലേ. അപ്പം അപ്പുറത്ത് ഇപ്പുറത്ത് വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നോയ്സ് ക്യാൻസലേഷൻ 1 ടാപ്പിൽ ഓൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്. സോ അതിലൊരു വണ്ടി പോയി. സോ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും എത്രത്തോളം അത് നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ പറയുന്ന വണ്ടി പോയത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമോ എന്നറിയില്ല, കാരണം നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചെറിയ ആൾക്ക് ഇവിടെ എന്തോ മൈക്ക് കിട്ടിയിൽ നമ്മളോട് എന്തോ പറയാനുണ്ട് എന്നാ പറയുന്നത് നമുക്ക് നോക്കാം. ആ പ്രശ്നമില്ല, പാടിക്കോ. लंबी जुदानियां किसे साथ आनिया लंबा दे तू हम काज उसे साथिया लंबी जुदानियां किसे साथ आनिया लंबा दे तू हम काज उसे साथिया. സോ അങ്ങനെ ഞാൻ വിചാരിച്ചില്ല പാട്ടാന്ന്, എന്തോ കഥ പറയാൻ പോകുന്നു പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. സോ അപ്പം പാട്ടാണ് പാടിയത്. അടിപൊളി പാട്ടായിരുന്നു. എവിടുന്നാ പഠിച്ച പാട്ട്? ആരു, അതായത് ഇവൻ്റെ ചേട്ടൻ ആരുഷ് പഠിപ്പിച്ചു കൊടുത്ത പാട്ടാണിത്. അപ്പം നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇവിടെ ഏകദേശം കഴിഞ്ഞു. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ നാളെയാണ് അടുത്ത വീഡിയോൻ്റെ ഇത്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പം ബൈ. സോ എന്നെ ഈ മൈക്ക് അൺബോക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു 2 ആളാണിത്. ആരുഷ്, അയാൻഷിന് മൈക്ക് ഓൾറെഡി ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആരുവിന് മൈക്കില്ല, കാരണം ഞാനത് എടുത്തിട്ടുള്ളത്. സോ അപ്പം ബൈ ഗൈസ്, ബൈ ഗൈസ്, സീ യു, ടാറ്റ, ഗുഡ് ബൈ, ടാറ്റ പറഞ്ഞോ. യേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.